എരിവുള്ള സവാളയൊക്കെ കാണും. അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ അരിയുമ്പോഴത്തേനും ഇടയ്ക്ക് നമ്മുടെ ആ കത്തിയിൽ ചെറിയതായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. ചെറുതായിട്ട് മതി. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒരു മൂടിക്കകത്ത് എടുക്കുകയാണ്, കുപ്പിയുടെ മൂടിക്കകത്ത് എടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്വല്പം മാത്രം ആ കത്തിയിലൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ അരിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും കണ്ണെരിയത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള എടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് സവാളയൊക്കെ എടുക്കുന്ന സമയത്ത് കണ്ണെരിയുമ്പോഴത്തേനും ഇതേപോലെ ചെയ്യുക. അത് ഏത് കത്തിയാണേലും, നമുക്ക് ഇരുമ്പിൻ്റെ കത്തിയാണേലും അതിനകത്തോട്ട് ഇതുപോലെ വെളിച്ചെണ്ണ തടകിയിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഒട്ടും കണ്ണെരിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ സവാള ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരിയുന്നത് നല്ലതാണ്, കണ്ണെരിയത്തില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു ടിന്നി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടുള്ളത് ഒരു പാറ്റാ ഗുളികയാണ്. അത് ഞാനിപ്പോൾ ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. പൊടിച്ചുകൊണ്ട് വരാം. ഇടികല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ച് കൊടുത്താൽ മാത്രം മതി, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാറ്റാ ഗുളികയുടെ മണം ഭയങ്കര ഉള്ള നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്മെല്ല് തന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ്. പല്ലിക്കും പാറ്റയ്ക്കും എലിക്കും ഒന്നും ഈ ഒരു സാധനത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. അപ്പം ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. വിനാഗിരിയും അതേ പാറ്റാ ഗുളികയും മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ട് അടപ്പിൽ ഹോളിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ ഈ ഒരു ടിന്നിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഒട്ടും താഴെ പോകത്തില്ല. കണ്ടോ? അപ്പോൾ ആ കുപ്പിക്കകത്ത് എടുത്തിട്ട് നമുക്ക് മുറ്റത്തൊക്കെ തളിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് എലി പല്ലി പാറ്റ ഒന്നും തന്നെ വീട്ടിനകത്താണേലും കിച്ചൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുറ്റത്ത് ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് ഇഴജന്തുക്കളൊന്നും തന്നെ വരില്ല. ബാക്കിയുള്ള നമുക്ക് നമ്മുടെ വാഷ് ബേസിനിലോ സിങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് നിന്ന് വരുന്ന പാറ്റ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. അതേപോലെ നമുക്ക് ഇതാണ് ജനലിൻ്റെ ഭാഗത്ത്, നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എലി പല്ലി പാറ്റ ഇഴജന്തുക്കളൊന്നും തന്നെ വരില്ല. കൊതുകുകളൊക്കെ നശിച്ചു പോകും.